ഇന്ത്യയും ഗയാനയും 5 കരാറുകളിൽ ഒപ്പുവച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗയാന പ്രസിഡന്റ് മുഹമ്മദ് ഇർഫാൻ അലിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരുന്നു ധാരണാപത്രത്തിൽ ഒപ്പുവച്ചത്. ആരോഗ്യമേഖല, ഹൈഡ്രോ കാർബൺ മേഖല, കൃഷി, UPI തുടങ്ങിയവയിലാണ് ഇരു രാജ്യങ്ങളും സഹകരണം ശക്തമാക്കുന്നത്. ഇന്നലെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗയാനയിലെത്തിയത്. 56 വർഷങ്ങൾക്കിടെ ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഗയാന സന്ദർശിക്കുന്നത്. ഇന്ത്യ കാരിക്കോൺ ഉച്ചകോടിയിലും പ്രധാനമന്ത്രി പങ്കെടുത്തു. ഉച്ചകോടിക്കിടെ വിവിധ നേതാക്കളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. കരീബിയൻ രാജ്യങ്ങളുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിനും വൈവിധ്യമാർന്ന മേഖലകളിൽ സഹകരണം വളർത്തുന്നതിനുമുള്ള പ്രതിബദ്ധതയാണ് ഉച്ചകോടിയിൽ പ്രതിഫലിച്ചതെന്ന് പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു. വരും തലമുറകൾക്ക് ശോഭനമായ ഭാവി കെട്ടിപ്പടുക്കുവാൻ ഇന്ത്യയും ഗയാനയും ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. Coalition for Disaster Resilient Infrastructure, ग्लोबल बायोफ्यूल अलायंस जैसे इनिशिएटिव से जुड़ा हुआ है. इससे हम पूरे विश्व में ग्रीन और सस्टेनेबल फ्यूचर की ओर बढ़ने के प्रयासों को सशक्त कर सकेंगे. रक्षा के क्षेत्र में करीबी सहयोग हमारे गहरे आपसी विश्वास का प्रतीक है. मुझे खुशी है कि पिछले वर्ष भारत द्वारा 2 डोनियर एयरक्राफ्ट गयाना को सप्लाई किए गए हैं. हम स्कॉलरशिप और ट्रेनिंग के माध्यम से गयाना के सैनिकों की कैपेसिटी बिल्डिंग में अपना योगदान देते रहेंगे. फ्रेंड्स, आज की बैठक में हमने कई वैश्विक एवं क्षेत्रीय मुद्दों पर भी चर्चा की. ഡൊമിനിക്കയുടെ പരമോന്നത ദേശീയ പുരസ്കാരമായ ഡൊമിനിക്ക അവാർഡ് ഓഫ് ഓണർ പ്രധാനമന്ത്രിക്ക് സമ്മാനിച്ചു.